ഹായ് ഹലോ ലേൺ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്ന പല കാര്യങ്ങളും ഉണ്ട്. എല്ലാവരും ഡിഫറൻ്റ് ആണ് അല്ലേ? എന്നിരുന്നാലും കോമൺ ആയിട്ട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികളെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എന്താണെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഏകദേശം ഒരു 5 കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമതായിട്ട് വരുന്നത് കോൺഫിഡൻസ് ആണ്. അതായത് നിങ്ങൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? എന്ത് കാര്യങ്ങൾ വന്നാലും നിങ്ങൾ അതിനെയൊക്കെ നല്ല ഈസി ആയിട്ടാണ് മാനേജ് ചെയ്യുക. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ലൈഫിൽ വന്നാലും നിങ്ങളതൊക്കെ വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത് മാനേജ് ചെയ്തിട്ട് മുമ്പോട്ട് പോകും. ഒരാൺകുട്ടി അവന് തന്നെ ഒരു വിശ്വാസമുള്ളതും അല്ലെങ്കിൽ അവനിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും അവനോട് എല്ലാ പെൺകുട്ടികൾക്കും ഒരു അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, സെൻസ് ഓഫ് ഹ്യൂമറാണ്. അതായത് നിങ്ങൾ അത്യാവശ്യം തമാശകളൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള വ്യക്തികളെ ഒക്കെ നന്നായിട്ട് ചിരിപ്പിക്കാറുണ്ടോ? അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവർ കുറച്ച് സമയമെങ്കിലും മറക്കാറുണ്ടോ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് അത്യാവശ്യം തമാശകളൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യവുമാണ്. അതായത് നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ മറ്റുള്ളവർ നന്നായിട്ട് ചിരിക്കുന്നു, അവർക്ക് അവരുടെ ലൈഫ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു, ആകെ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ആയിരിക്കും അവർക്ക് നിങ്ങൾ ചുറ്റുമുള്ളപ്പോൾ. ഇങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികളും നിങ്ങളെപ്പോലെ ഒരു വ്യക്തിനെ ആഗ്രഹിക്കാറുണ്ട്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ ഇതൊന്നും അറിയാതെ നടക്കുന്ന നിങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. നമ്മുടെ മൂന്നാമതായിട്ട് വരുന്ന കാര്യം എന്ന് പറയുന്നത് കൈൻഡ്നെസ് ആൻഡ് റെസ്പെക്റ്റ് ആണ്. അതായത് നിങ്ങൾ മറ്റുള്ളവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണോ? അതായത് നിങ്ങൾക്ക് പാവപ്പെട്ട അല്ലെങ്കിൽ സങ്കടങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളോട് ഒരു ദയ കാണിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടോ? ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ള ഒരു പെൺകുട്ടീനെ കാണുന്ന പോലെ തന്നെ ബാക്കിയുള്ള സ്ത്രീകളെയും നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാറുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ള ആ ഒരു പെൺകുട്ടി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ അവൾക്ക് നിങ്ങളോട് അട്രാക്ഷനും തോന്നും. അതായത് നിങ്ങൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു, നിങ്ങൾ മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരോട് നിങ്ങളുടെ കരുണ അല്ലെങ്കിൽ ഒരു ദയ കാണിക്കുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, അംബീഷൻ ആൻഡ് പാഷനാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഗോളോ അല്ലെങ്കിൽ ഒരു അംബീഷനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇങ്ങനെ ഗോള് അല്ലെങ്കിൽ അംബീഷനൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പെൺകുട്ടികൾക്കും നിങ്ങളോട് അട്രാക്ഷൻ തോന്നും. നിങ്ങൾ സ്വയം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ? അങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാ ഗേൾസിനും നിങ്ങളോട് തീർച്ചയായിട്ടും അട്രാക്ഷൻ തോന്നാൻ വേണ്ടത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ നാലാമത്തെ കാര്യം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. നമുക്കറിയാം എല്ലാവരും ഡിഫറെൻ്റ് ആണ് അല്ലേ? ഒരു പെൺകുട്ടി ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അവളുടെ അടുത്ത് നിൽക്കുന്ന വേറൊരു പെൺകുട്ടി ചിന്തിക്കുന്നത്. എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ചിന്തിക്കുന്നത് അല്ലേ? എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യത്തിനും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഫിസിക്കൽ അപ്പിയറൻസ്. ചില പെൺകുട്ടികളുണ്ട്, അവർക്കാണെങ്കിൽ ഭയങ്കര
ഷൈനിങ് അല്ലെങ്കിൽ സ്റ്റൈലായിട്ട് ഭയങ്കര ഫിറ്റ്നസ് ആയിട്ട് ഈ ജിമ്മിലൊക്കെ പോയി അങ്ങനെ നടക്കുന്ന ആൺകുട്ടികളെയായിരിക്കും ഒരുപാട് ഇഷ്ടം. എന്നാൽ ചിലരുണ്ട് അവർക്കിതൊന്നും വേണ്ട. വളരെ നാച്ചുറലായിട്ട് അധികം വലിയ ഷൈനിങ്ങോ അല്ലെങ്കിൽ ഭയങ്കര സ്റ്റൈലോ ഇതൊന്നും ഇല്ലാതെ നടക്കുന്ന സിമ്പിളായിട്ട് നടക്കുന്ന ആൺകുട്ടികളെയായിരിക്കും ചിലർക്ക് ഇഷ്ടം. എല്ലാവരും ഡിഫറെൻ്റാണ്. മാക്സിമം നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസ് നന്നായിട്ട് വെക്കാൻ വേണ്ടി മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നീറ്റായിട്ടിരിക്കുക, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക. അതായത് മുടിയൊക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക, നെയിലൊക്കെ നന്നായിട്ട് കട്ട് ചെയ്യുക. ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ഗേൾസിനും നിങ്ങളോട് അട്രാക്ഷൻ തോന്നാൻ വേണ്ടി ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് എല്ലാ പെൺകുട്ടികളിലും ആദ്യം തന്നെ ഒരു അട്രാക്ഷൻ നിങ്ങളോട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതൊന്നും അറിയാൻ നടക്കുന്ന നിങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കില്ല, അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കാൻ വേണ്ടി ആരും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.